Traders, welcome back. ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഇന്നത്തെ വീഡിയോ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ലോജിക് ആണ്. അതായത് നമുക്കറിയാം മാർക്കറ്റ് 80% ടൈമും ട്രെൻഡിങ് അല്ല റേഞ്ചിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. സോ അത് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റിൽ പ്രൈസ് റീഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഫാക്റ്റ് ഇത് ചെയ്യാനുള്ളൊരു മെയിൻ കാരണം പല ആൾക്കാരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്ന കാര്യമാണ്, ട്രെൻഡ് ഉള്ള ദിവസം വളരെ ഈസിയാണ്. കാരണം ട്രെൻഡ് ഉണ്ട്, ഒരു വൺ സൈഡ് ട്രെൻഡ് ആണെങ്കിൽ അത് അങ്ങ് പൊയ്ക്കോളും. അതേസമയത്ത് മാർക്കറ്റ് രണ്ട് സൈഡ് മൂവ് ചെയ്യുമ്പോൾ അത് ക്യാപ്ചർ ചെയ്യാനും ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതും ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ മാർക്കറ്റ് റിവേഴ്സ്ഡ് ആയിട്ടുണ്ടാവും, റൈറ്റ്? ഇത് നിങ്ങൾ പല സമയത്തും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. സോ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എന്നല്ല എല്ലാ സമയത്തും നമ്മൾ ആസ് എ ട്രേഡർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം 90 to 95% ആൾക്കാർ മാർക്കറ്റിൽ ലോസ് ആക്കുന്നവരാണ്. സോ അവരെന്തായിരിക്കും ചിന്തിക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മളെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ പല സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. സോ ഒരു പ്രൈസ് ആക്ഷൻ ലോജിക് വെച്ച് ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് മൂവ് ചെയ്തത്, അവിടെ എന്തായിരിക്കും ആൾക്കാരുടെ വേ ഓഫ് തിങ്കിങ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം, ഈ ഒരു രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് നമ്മളെ ബാക്കിയുള്ള ഈ 90% അഗെയിൻസ്റ്റ് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. സോ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു വൺ സൈഡ് മൂവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സമയത്തും ചിന്തിക്കേണ്ടത് ഇതൊരു ട്രെൻഡാണ്, അതുകൊണ്ട് മാർക്കറ്റ് എല്ലാ സമയത്തും മുകളിലേക്ക് പോകും എന്നുള്ള രീതിയിലല്ല. നമ്മളിവിടെ ചിന്തിക്കേണ്ടത്, ഒരു ട്രെൻഡിൽ ഒരാളിവിടെ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഇവിടെയൊക്കെ ആൾക്കാർ എൻ്റർ ചെയ്യുന്നുണ്ടാകും, റൈറ്റ്? ഇങ്ങനെ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എന്താണ് ആഗ്രഹിക്കുന്നത്? അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോവുക, ബട്ട് വിത്ത് സ്മോൾ പുൾ ബാക്സ്, റൈറ്റ്? സോ സ്മോൾ പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും മാർക്കറ്റിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. സോ സ്മോൾ പുൾ ബാക്ക് ഉള്ളിടത്തോളം കാലം ഈ ലോങ് ട്രേഡേഴ്സ് ഒരിക്കലും ത്രെട്ടൻഡ് അല്ല, അവർക്ക് യാതൊരു തരത്തിലുള്ള പെയിനും ഇല്ല. ബട്ട് നമുക്ക് കാണാൻ പറ്റും, മാർക്കറ്റ് ഒന്നോ രണ്ടോ സ്മോൾ പുൾ ബാക്ക് കൊടുത്ത് മുകളിലേക്ക് പോയതിന് ശേഷം ഒരു തേർഡ് പുൾ ബാക്ക് കൊടുത്തത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പുൾ ബാക്കാണ്, റൈറ്റ്? സോ ഈ സ്ട്രോങ് ആയിട്ടുള്ള പുൾ ബാക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ബൈ ചെയ്ത ആൾക്കാരുടെ തിങ്കിങ്, അവരുടെ മെൻറ്റാലിറ്റി എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതുപോലെയുള്ള സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെയൊക്കെ ബൈ ചെയ്ത ആൾക്കാരുണ്ടാവും, റൈറ്റ്? അവരൊക്കെ ഈ സമയത്ത് പ്രോഫിറ്റിലായിരിക്കും. അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? മാക്സിമം മാർക്കറ്റ് ഇതുപോലെ ഒരു ഒന്നോ രണ്ടോ ചെറിയ പുൾ ബാക്ക് കൊടുത്ത് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകുക എന്നുള്ളതായിരിക്കും ഭൂരിഭാഗം ആൾക്കാരുടെയും എക്സ്പെക്റ്റേഷൻ. എല്ലാവരും ഇതുപോലെയുള്ള ട്രേഡേഴ്സ് ആയിരിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ടൈം ഫ്രെയിം, ഇതിപ്പോൾ 3 മിനിറ്റാണ്, 3 മിനിറ്റിലെ 5 മിനിറ്റ്, 15 മിനിറ്റ് അല്ലെങ്കിൽ അവർലി, ഡെയിലി, വീക്ക്ലി, എല്ലാ തരത്തിലുള്ള ടൈം ഫ്രെയിമിലും എല്ലാ തരത്തിലുള്ള സിസ്റ്റത്തിലും ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ പല ആൾക്കാരുടെയും തിങ്കിങ് പലവിധമായിരിക്കും. പക്ഷേ ആൾക്കാർക്കൊക്കെ വേണ്ടത് അവർ ഏത് സൈഡിലേക്കാണോ ട്രേഡ് എടുത്തത് ആ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുക എന്നുള്ളതാണ്, റൈറ്റ്? അപ്പോൾ നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത് ഓരോ സമയത്ത് ഇവരുടെ തിങ്കിങ് എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ആൾക്കാർ ചിന്തിക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു ലെവലിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, മാർക്കറ്റ് ഒരു പുൾ ബാക്ക് കൊടുത്തു. ബട്ട് ഈ പുൾ ബാക്കിനൊരു പ്രത്യേകതയുണ്ട്. ഈ പുൾ ബാക്ക് ഒരു പ്രൈസ് കറക്ഷൻ മാത്രമല്ല. ഇത് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് പറയുകയാണ്, നോട്ട് ചെയ്യുക. പ്രൈസ് കറക്ഷൻ മാത്രം ആണ് എങ്കിൽ പല സമയത്തും നമുക്ക് കാണാൻ പറ്റും, മാർക്കറ്റിൽ ഇതുപോലെ പ്രൈസ് കറക്ഷൻ ഉണ്ടാവും. ഇതൊരു പ്രൈസ് കറക്ഷനാണ്, ഇവിടെ പ്രൈസ് മാത്രമാണ് കറക്റ്റായത്. അതേ സമയത്ത് പ്രൈസ് കറക്ഷൻ്റെ കൂടെ മാർക്കറ്റിൽ ചില സമയത്ത് ഉണ്ടാകുന്നൊരു സംഭവമാണ് ടൈം കറക്ഷൻ. അതായത് മാർക്കറ്റിൽ എപ്പോഴൊക്കെ പ്രൈസിൻ്റെ കൂടെ ടൈം കറക്ഷൻ ഉണ്ടോ, ഓൾറെഡി ഒരു പൊസിഷനുള്ള ആൾക്കാർ അവർ വറീഡ് ആവാൻ തുടങ്ങും. അത് വളരെ കോമൺ ആയിട്ട് മാർക്കറ്റിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ലോങ് എടുത്ത ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു പുൾ ബാക്ക് അതിൻ്റെ ലെങ്ത്ത് കൂടിക്കൂടി വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും വറീഡായിരിക്കും. നെക്സ്റ്റ് അവരുടെ പ്ലാൻ എന്തായിരിക്കും? രണ്ട് തരത്തിലാണ് സംഭവിക്കുക. ഇതുപോലെ പല സമയത്തും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ വന്ന് ഇമ്മീഡിയറ്റ്ലി ഒരു നെഗറ്റീവ് ട്രെൻഡായി പോകുന്നത് കാണാം. പക്ഷേ അതൊക്കെ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ എല്ലാ സമയത്തും പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 70 to 80% എന്താണോ മാർക്കറ്റിൽ സംഭവിക്കുന്നത് അതാണ് നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരുടെ കോൺഫിഡൻസ് സ്വാഭാവികമായിട്ടും കുറയും. കാരണം ഇനി ഈ മാർക്കറ്റ് ഒരു വലിയ ട്രെൻഡിങ് കൊടുക്കാനുള്ള ചാൻസസ് വളരെ റെയറാണ്.
കൊടുക്കില്ല എന്നല്ല, പല സമയത്ത് സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ അഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സമയത്തും നമ്മൾ ബിഗിനർ ട്രേഡേഴ്സ് എല്ലാ സമയത്തും ചിന്തിക്കുന്നത് സെർട്ടനിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഇങ്ങനെ സംഭവിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ സംഭവിക്കാൻ പാടുള്ളൂ. ഞാനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കും, പക്ഷേ ആ സ്ട്രാറ്റജി 100% ടൈം എനിക്ക് പ്രോഫിറ്റ് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ സ്ട്രാറ്റജി യൂസ് ചെയ്യില്ല. ഈ ഒരു രീതിയിലായിരിക്കും പല ബിഗിനിങ് അല്ലെങ്കിൽ ലോസിങ് ട്രേഡേഴ്സിൻ്റെയും ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ തന്നെ ഇവിടെ നിന്നൊക്കെ ട്രേഡ് എടുത്ത ആൾക്കാരുടെ അവരുടെ ഒരു മെൻറ്റാലിറ്റി ഞാൻ പറയാം. ഇവിടെ നിന്നൊക്കെ ട്രേഡ് എടുത്ത ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ ഒരു പ്രോഫിറ്റിലായിരിക്കും, റൈറ്റ്? പക്ഷേ അവർ പല ആൾക്കാർ ഇവിടെ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇവിടെ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് അവരുദ്ദേശിക്കുന്നത് ഒരു നല്ല മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്തു, ഇനി ബാക്കിയുള്ളത് ഇങ്ങനെ പോയിക്കോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ പ്ലാനിങ്. ബട്ട് ആ പ്ലാനിങ്ങിൽ ഒരു പ്രശ്നം വന്നു. ബിക്കോസ് മാർക്കറ്റിൽ ടൈം പ്ലസ് പ്രൈസ് കറക്ഷൻ മാർക്കറ്റിൽ വന്നു. സോ നെക്സ്റ്റ് അവർ ചിന്തിക്കുക എന്താണ്, ഓക്കെ ഇനി മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ഇതൊരു ഡബിൾ ടോപ്പായി മാറും, അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിവിടെ എക്സിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇവിടെ ലിമിറ്റ് ഓർഡേഴ്സ് ഇട്ട് അവർ വെയിറ്റ് ചെയ്യും. ലിമിറ്റ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബയേഴ്സിൻ്റെ ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ സെൽ ഓർഡേഴ്സാണ്, റൈറ്റ്? ഇവിടെ ഈ സെൽ ഓർഡേഴ്സിലായിരിക്കും ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയ സമയത്ത് സ്വാഭാവികമായിട്ടും പുൾ ബാക്ക് ട്രേഡേഴ്സ് ഉണ്ട്, റൈറ്റ്? അതുപോലെയുള്ള പല ആൾക്കാരും ഇവിടുന്ന് എൻ്റർ ചെയ്തിട്ടുണ്ടാകും. ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയുന്ന കാര്യമാണ്. സോ മാർക്കറ്റ് എനിവേ മുകളിലേക്ക് പോയി. ബട്ട് ഇന്നത്തെ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ എല്ലാ സമയത്തും ഇതുപോലെ സംഭവിക്കണമെന്നില്ല. ഇന്നിപ്പോൾ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ ഒരു ഡബിൾ ടോപ്പ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ മാർക്കറ്റ് താഴേക്ക് വന്നു, റൈറ്റ്? സോ ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റും വളരെ ഫോഴ്സ്ഫുള്ളി കഴിഞ്ഞ ഒരു 6-7 ക്യാൻഡിലിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിംഗിൾ ക്യാൻഡിൽ താഴേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വെയിറ്റ് ചെയ്ത എല്ലാ ആൾക്കാരും അവിടെ തന്നെ വെയിറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവണമെന്നില്ല. പലതരത്തിലുള്ള ട്രേഡേഴ്സാണ് മാർക്കറ്റിലുള്ളത്, റൈറ്റ്? അങ്ങനെയുള്ള പല ട്രേഡേഴ്സും ഇമ്മീഡിയറ്റ്ലി അവർ ചിലപ്പോൾ ഇവിടുന്ന് ലോങ് പോയവരുണ്ടാവാം, ഇവിടുന്ന് പോയവരുണ്ടാവാം, ഇവിടെ പോയവരുണ്ടാവാം. അവരിൽ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ, അതായത് ലോസിങ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ പോലും ഇനിയും മുകളിലേക്ക് പോകുന്നുള്ള ഹോപ്പിൽ വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും. ഞാൻ അങ്ങനെയുള്ളവരെ കുറിച്ചല്ല പറയുന്നത്. നോർമലി മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ അവർ സ്വാഭാവികമായിട്ടും ഇവിടത്തേക്ക് മാർക്കറ്റ് എത്താതിരിക്കുമ്പോൾ ഇവിടെയെങ്കിലും ഇവിടെ ചെറിയൊരു ലോസിനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് എൻ്റർ ചെയ്ത ഒരാളെ സംബന്ധിച്ച് ഓക്കെ ബ്രേക്കിങ്ങുള്ളാണെങ്കിൽ അങ്ങനെ എന്നുള്ള രീതിയിൽ ഇവിടെ എക്സിറ്റ് ചെയ്ത് ഫാസ്റ്റായിട്ട് എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ഫാസ്റ്റ് മൂവ്മെൻറ്റ് കണ്ട സമയത്ത്. സോ ഈ ഒരു ഫോഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും, റൈറ്റ്? സോ ഇതാണ് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. ബട്ട് അഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം പല ആൾക്കാരും പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തവരെ സംബന്ധിച്ച് അവർ ഓൾറെഡി ഇൻ പ്രോഫിറ്റാണ്. അവരുടെ ബാക്കി ഇവിടുന്ന് എൻ്റർ ചെയ്ത ഒരാളെ സംബന്ധിച്ച് ഇവിടെ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും മാർക്കറ്റ് വരിക എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ച് വേറെ വിഷയമല്ല. അറ്റ്ലീസ്റ്റ് ബ്രേക്ക് ഇവണിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എക്സിറ്റ് ചെയ്യുന്ന പ്ലാൻ ചെയ്ത ആൾക്കാരായിരിക്കും. ബട്ട് ഏത് തരത്തിലുള്ള ആൾക്കാരാണെങ്കിലും ഇമ്മീഡിയറ്റ്ലി നമുക്കറിയാം ഇതുപോലൊരു വി ഷേപ്പിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അവരവരുടെ കയ്യിലുള്ള എല്ലാം ഇവിടെ വിറ്റൊഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് വീണ്ടും മാർക്കറ്റ് താഴേക്ക് വരുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മേ ബി ഒരു 6 months 1 year നിങ്ങൾക്കൊന്നും മനസ്സിലായെന്ന് വരില്ല. അതും കൂടി ഞാൻ പറയാം. ഇത് വളരെ ഈസി ആയിട്ടൊരു കേക്ക് വാക്ക് പോലെ നടക്കേണ്ട ഒരു സംഭവമല്ല. ഡെയിലി ഈ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ്, കൺസിസ്റ്റൻ്റ്ലി പ്രോഫിറ്റബിൾ ആവുന്ന എല്ലാ ട്രേഡേഴ്സും നോർമൽ റീറ്റെയിലേഴ്സ് ചിന്തിക്കുന്നതിൻ്റെ അഗെയിൻസ്റ്റ് ട്രേഡ് എടുക്കുന്നവരാണ്. കാരണം അതാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഈ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ചാർട്ടിൽ നമുക്ക് കണ്ടു നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ചാർട്ട്സ് ആയിരിക്കും, പക്ഷേ ലോജിക്ക് എന്ന് പറയുന്നത് സെയിം ആണ്. ഇത് പ്രീവിയസ് ഡേ ചാർട്ടാണ്. ഇത് 24th April നിഫ്റ്റി ഫ്യൂച്ചേഴ്സ്. ഞാൻ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ചാർട്ടാണിത്. ഞാൻ ഫ്യൂച്ചേഴ്സാണ് നോർമലി ട്രേഡ് ചെയ്യാറ്. അപ്പോൾ അതിനകത്തുള്ള ഒരു എക്സ്പ്ലനേഷൻ ട്രേഡ് ചെയ്ത പല കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ സപ്പോസ് ഞാൻ പറയുകയാണ്, പല ആൾക്കാർ ഇവിടെ ഷോർട്ട് ട്രേഡ് എടുത്തിട്ടുണ്ടാവും. അവരെ സംബന്ധിച്ച് എന്താണ്, ഇവിടെ ഷോർട്ട് ട്രേഡ് എടുത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഈ ഷോർട്ട് താഴേക്ക് പോകുമോ, എത്രത്തോളം താഴേക്ക് പോകും, നമുക്കിതൊന്നും ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, റൈറ്റ്? പ്രത്യേകിച്ച് നമുക്കറിയാം പ്രീവിയസ് ഡേ മാർക്കറ്റ് ഒരു അപ്പ് മൂവാണ് ലാസ്റ്റ് മൊമെൻറ്റിൽ കാണിച്ചത്. അപ്പോൾ അതിന് ശേഷം മാർക്കറ്റ് അതിൻ്റെ മുകളിൽ ഗ്യാപ്പ് അപ്പായി ഓപ്പണായി താഴേക്ക് വരുമ്പം എവിടം വരെ പോകുന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി ഒരു ഡൗട്ടാണ്. ഈ ഒരു ഏരിയയിലൊക്കെ ഒരുപാട് റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. സോ ഇത് നമുക്കറിയാം. സോ മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരുമ്പം എന്ന് വെച്ച് ഇവിടെ സെല്ല് ചെയ്യാതിരിക്കുകയുള്ളൂ, നെവർ. മാർക്കറ്റിൽ എന്താണ് മൂവ്മെൻറ്റ് കാണുന്നത്, മാർക്കറ്റ് എന്താണോ പറയുന്നത് അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ബട്ട് ഇവിടെ അഗെയിൻ നമുക്ക് കാണാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം, ഓൾറെഡി സെല്ലേഴ്സ് സ്കെപ്റ്റിക്കലാണ്. മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുകയെന്ന് അവർക്ക് ഡൗട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതുപോലെ മാർക്കറ്റ് താഴേക്ക് വരുന്നത് കാണുമ്പോൾ
ഈ ഒരു ലെവലിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് എല്ലാവരും വളരെ കീനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടാവും. ബട്ട് അഗെയിൻ നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന് മാർക്കറ്റ് ഓൾറെഡി ഒരു ബിഗ് മൂവ് ഇവിടെ കൊടുത്തു, വളരെ സ്ട്രോങ് മൂവ്. നമ്മളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനെ കുറിച്ചുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും. ഇവിടെ ഓൾറെഡി നമുക്കൊരു സിഗ്നൽ തന്നു കഴിഞ്ഞു, ഒരു സ്ട്രോങ് മൂവ്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു പോയിന്റിൽ ഇത് പ്രൈസ് കറക്ഷൻ മാത്രമായിരുന്നു. പക്ഷേ ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാം, നമുക്കറിയാം ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോപ്പിന് ചാൻസ് ഉണ്ട്. അവിടെ പ്രൈസ് കറക്ഷൻ്റെ കൂടെ വീണ്ടും നമുക്ക് കാണുന്നത് ഒരു ടൈം കറക്ഷനും കൂടിയാണ്. അതായത് ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് 10:15 10:15 മുതൽ ഓൾമോസ്റ്റ് 11:15 വരെ മാർക്കറ്റ് സൈഡ് വേസ് കറക്റ്റ് ചെയ്യുകയാണ്. സോ സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യം വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇനി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമായിരിക്കില്ല. അപ്പോൾ ഇവിടെ പാർഷ്യൽ ബുക്ക് ചെയ്ത ആൾക്കാരുണ്ടാവും. നേരത്തെ പറഞ്ഞ അതേ ലോജിക്കാണ്. ഇവിടെ പാർഷ്യൽ ബുക്ക് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് അവർ ബാക്കി ഇവിടെ ബുക്ക് ചെയ്യാൻ ട്രൈ ചെയ്യും. ഓൾറെഡി സപ്പോർട്ട് റെസിസ്റ്റൻസ് ട്രേഡേഴ്സ് ഉണ്ട്, അവരിവിടെ ഓൾറെഡി എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ അവർ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഇവിടെ എൻ്റർ ചെയ്ത ആൾക്കാർ, ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഈ ബ്രേക്ക് ഔട്ടിൽ എൻ്റർ ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് മാർക്കറ്റ് ഇത്രയും പോകുമ്പോൾ തന്നെ അവർക്ക് വലിയ പെയിൻ വന്നിട്ടുണ്ടാവും. സോ അവരെ സംബന്ധിച്ച് മാർക്കറ്റ് വീണ്ടും ആ ഒരു ലെവലിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു റിലീഫാണ്. കാരണം ബ്രേക്ക് ഈവണിൽ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ്, റൈറ്റ്? സോ അങ്ങനെയുള്ള ആൾക്കാർ, ഇവരുടെയൊക്കെ എന്താണ് ഇവിടെ ഓർഡേഴ്സ് വരിക? എല്ലാം ബൈ ഓർഡേഴ്സാണ്. സോ സ്വാഭാവികമായിട്ടും സെല്ലിനേക്കാളും അർജൻസി ബൈക്ക് വരും, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, റൈറ്റ്? ഇവിടെ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇവിടെ ആരാണ് ശരിക്കും ട്രാപ്പ് ആവുന്നത്? നമ്മൾ ചിന്തിച്ച് നോക്കുക. ഇനി ഒരു ബിഗിനർ റീറ്റെയിലർ ഇവിടെ എങ്ങനെയായിരിക്കും ചിന്തിക്കാൻ ഞാൻ പറയാം. കാരണം ഈ ഒരു രീതിയിലാണ് ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് ഷോർട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ പോവില്ല. കാര്യം എന്താണെന്നറിയോ? ഇവിടെ ഒരുപാട് റെസിസ്റ്റൻസ് സപ്പോർട്ടുണ്ട്. സോ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ മൂവ്മെൻറ്റിനും ചാൻസ് ഇല്ല, ഗ്യാപ്പ് അപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഷോർട്ട് ട്രേഡ് എടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവസാനം മാർക്കറ്റ് ഇവിടെ എത്തി ഈ ഒരു മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് തോന്നും കഴിഞ്ഞു, മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് പല ആൾക്കാർ ഇവിടെ എൻ്റർ ചെയ്യും. അത് നമ്പർ 1. അതിനുശേഷം മാർക്കറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. പിന്നെ മാർക്കറ്റ് വീണ്ടും സൈഡ് വേസ് പോവുകയാണ്. അപ്പോഴും നമ്മളുടെ ഹോപ്പ് എന്താണ്? മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്നുള്ളതാണ്, റൈറ്റ്? ബട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്ത് വീണ്ടും താഴേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ ബേസിക് ആയിട്ടുള്ള കുറേ ലേണിങ്സ് ഉണ്ടല്ലോ, അവിടെ അത് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം, ഇവിടെ ബ്രേക്ക് അപ്പ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാം എന്നുള്ള രീതിയിൽ. സോ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ളൊരു ബ്രേക്ക് ഔട്ട് കാണുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക? ഇത്രയും മാർക്കറ്റ് മുകളിലേക്ക് പോയി, ഓക്കെ, അതിന് വീണ്ടും പോകാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ ലോജിക്ക് ഈ പറയുന്ന പാർട്ടീസിന് അറിയുന്നുണ്ടാവില്ല, റൈറ്റ്? സോ അവരെ സംബന്ധിച്ച് എന്താണ്? ഇവിടെ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്, ഇതൊരു വലിയ ഡൗൺ മൂവ് ആണ്, ഒരു ഫിബണാക്കി ഒക്കെ വരച്ച് കഴിഞ്ഞിട്ട് പറയും ഇവിടെ ഒരു 50% ഒന്നും ആയിട്ടില്ല, 38 പോയിൻറ്റ് സംതിങ് ഒക്കെ ആണ് ഇവിടെ നോക്കിയുള്ള രീതിയിൽ ട്രേഡ് എടുക്കും. ട്രേഡ് എടുത്തതിന് ശേഷം അവർ വിചാരിച്ചതുപോലെ തന്നെ ഇവിടെ വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് കാണും. ഈ ബ്രേക്ക് ഔട്ടിന് വേറൊരു പ്രശ്നം എന്താ? പല ആൾക്കാരും ഈ ബ്രേക്ക് ഔട്ട് എക്സാക്റ്റ് ലൈനൊക്കെ വരച്ചായിരിക്കും ബ്രേക്ക് ഔട്ട് നോക്കുക, അതായത് ആ ലൈൻ ബ്രേക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. സോ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇത് ഏരിയ ആണെന്നുള്ള കാര്യം പോലും ആൾക്കാർ മറന്നുപോകും, അല്ലെങ്കിൽ അറിയുന്നുണ്ടാവില്ല. ഈ ഒരു ഏരിയയിലെത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിക്കാണോ, നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിക്കാണോ ഇപ്പോൾ പറഞ്ഞ ലോജിക്കാണോ ഇവിടെ അപ്ലൈ ആവുക എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് വീണ്ടും കാണാം മാർക്കറ്റ് ഈസിലി മുകളിലേക്ക് പോവുകയാണ്. സോ ഈ ഒരു സംഭവം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് എത്ര എക്സാമ്പിൾസ് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നറിയില്ല. സോ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്സ് എടുത്ത് ഈ ഒരു സംഭവം ഏതൊക്കെ ദിവസമാണ് വരുന്നത് എന്ന് നോക്കുക. എല്ലാ ദിവസവും ഇത് വരണമെന്ന് ഇല്ല, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ടൈം കറക്ഷൻ വേഴ്സസ് പ്രൈസ് കറക്ഷൻ രണ്ടും ഒന്നിച്ച് വരുന്ന സമയത്ത് മാർക്കറ്റ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു ബേസിക് ഐഡിയ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.